ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതിക ഉണ്ണികൃഷ്ണൻ. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. എവിടെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് നിങ്ങളെ രണ്ടുപേരെ പരിചയപ്പെടുത്താം. ഇതെന്റെ മോനാണ് ചന്തു. ചന്തു അടുത്തയാൾ ഇതാണ് എന്റെ ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ മൂവാറ്റുപുഴ കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചർച്ച് കണ്ടു. വലിയൊരു പള്ളിയാണ്, സെൻറ്റ് ജോസഫ് ചർച്ച്, മീൻകുന്ന്. ഒരു കത്തോലിക്ക പള്ളിയാണ്. അപ്പോൾ കാണിക്കയൊക്കെ ഇട്ട് തൊഴുതിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, പക്ഷെ അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾസ് കണ്ടു. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയമാണെങ്കിൽ കൂടി, കൊറോണ ടൈം ആണെങ്കിൽ കൂടി ആളുകൾ കാണുന്നുമുണ്ട്, ഇതെല്ലാം കാണാനായിട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡിലും കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിറയെ കുരങ്ങന്മാരെയും കാണാം. അപ്പം അതൊക്കെ കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്, ചന്തുവിനെ അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇതാ കണ്ടോ, ഒരു കുരങ്ങനിരിക്കുന്നേ. എന്നെ വെയിറ്റ് ചെയ്ത് ഉണ്ണിച്ചേട്ടനും ചന്തു അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തും നിർത്തി അത്യാവശ്യം കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ആകുന്നുള്ളൂ. ഇനി ഒരു മണിക്കൂർ കൂടെ എടുക്കും. സ്ഥലം മൂന്നാറാണ്, പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അടിമാലിയാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. സമയം 3:30 നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പം 11 മണിയായിരുന്നു സമയം. ഇപ്പം 3:30 മണിയായി. നമ്മൾ പതുക്കെയാണ് പോകുന്നത്, കാരണം മോനുള്ളതുകൊണ്ട് ഒത്തിരി സ്പീഡ് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഫൈനലി നമ്മൾ മൂന്നാർ എത്തി. നമ്മൾ പോരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല കാലാവസ്ഥയും അധികം തണുപ്പെന്ന് പറയാനായിട്ടില്ല, നോർമലായിട്ടുള്ളൊരു തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ നമ്മൾ വണ്ടി ഇറങ്ങി കഴിയുമ്പോഴത്തേനും പാർക്ക് ചെയ്ത ശേഷം ഒരു 2 കിലോമീറ്ററോളം ഓഫ് റോഡിങ് ഉണ്ടായിരുന്നു. സോ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെ അവിടെ എത്തിയ ശേഷം ഒരു കോഫിയൊക്കെ കുടിച്ച് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഇപ്പം സമയം 7:30. ഇന്നലെ റൂമൊന്നും കാണിക്കാൻ പറ്റിയില്ല. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇപ്പം റൂമൊക്കെ അത്യാവശ്യം മെസ്സായിട്ടാണ് കിടക്കുന്നത്. എന്നാലും ചെറിയ തോതിലൊന്ന് കാണിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ബാൽക്കണിയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ലുക്ക്. ചന്തുവും ഉണ്ണിച്ചേട്ടനും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒരു മോർണിംഗ് വാക്കിൽ പോയേക്കുവാണ്. അവന് അകത്തിരിക്കാൻ കഴിയില്ല, അവനിങ്ങനെ നടക്കണം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത് ഈ സ്ഥലത്തെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. കണ്ടോ? ഇതിലെയാണ് നമ്മൾ ഇന്നലെ വന്നത്. ഇതാണ് എൻ്റെ എൻട്രൻസ്. ഈ കാണുന്ന ജീപ്പിലാണ് വന്നത്.
ഈ മുകളിൽ കാണുന്ന നമ്മുടെ റൂം നമ്പർ 205. ഇത് മൂന്നാർ ടീ മ്യൂസിയത്തിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഫോറസ്റ്റ് കൗണ്ടി എന്നാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് സൺറൈസും സൺസെറ്റും സൂപ്പറായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് കുറച്ച് പേര് കൂടി പാർട്ട്ണർഷിപ്പ് എടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൊറോണ ടൈം എല്ലാം കഴിഞ്ഞ് അവർ ആക്ച്വലി അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ ഒത്തിരി സെലിബ്രിറ്റീസൊക്കെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് മ്യൂസിക് ഡയറക്ടർ ഗോപി സിംഗർ ഉണ്ടായിരുന്നു. ഒരു 2 days ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് താമസിക്കാറുണ്ട്. ഇത് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണ്. നമ്മൾ പോരാറായപ്പോഴത്തേനും കാലാവസ്ഥയൊക്കെ ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് നല്ല മഞ്ഞായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ശരിക്കും നമുക്ക് ആ വ്യൂ ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ജീവയും അപർണയും കണ്ടു. ജീവ സരിഗമയിലെ ആങ്കർ ജീവ, പുള്ളിയുടെ വൈഫും ഒക്കെ കണ്ടോ പോരാൻ നേരത്തായപ്പോഴത്തേനും ഒന്നും കാണാൻ വയ്യ. അതുപോലെ മഞ്ഞ് കയറി നല്ലൊരു വ്യൂ ആയിരുന്നു. നമ്മൾ ഇറങ്ങുവാണ്. എല്ലാവരോടും നൈറ്റ് ആൻഡ് മോർണിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജോണിയായിരുന്നു. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും. പുറത്തേക്ക് ഉണ്ടാവും. പുറത്തന്നെ ഉണ്ടാവും. നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ്. നല്ല ഫോഗ് നിറഞ്ഞ് ഒന്നും കാണത്തില്ല. ആ യെല്ലോ ഷർട്ടിട്ടത് അനാർക്കലി മരിക്കാറാട്ടോ. ആനന്ദം ഫിലിമിലെ അവരിനെന്തോ ഫോട്ടോഷൂട്ടിന് വന്നതാണ്. പിന്നെ നമ്മൾ ജീവയും അപർണയൊക്കെ കണ്ടു. ശരി, ബൈ. നമ്മൾ ഈ ജീപ്പിലാട്ടോ തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നേ. അവിടുത്തെ ഗാർഡനിലെ കുറച്ച് ഫ്ലവേഴ്സാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി ആ പോരുന്ന വഴിക്കുള്ള കുറച്ച് ഫോട്ടോസാണ്. നമ്മൾ ആ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ 1-2 ഫോട്ടോസാണിത്. ചന്തു ഓടി നടക്കുമായിരുന്നു അതിലെ കൂടെ, ആ റോഡിൽ കൂടെയൊക്കെ. ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത്.